മോൾക്ക് വേണ്ടി അപ്പച്ചൻ വാങ്ങിയതാ. കൊല്ലം കുറെ ആയില്ലേ മോളെ ഈ കാത്തിരിപ്പ് തുടങ്ങിയിട്ട്. മോൾ അടുത്തില്ലെങ്കിലും ഓരോ പിറന്നാൾ വരുമ്പോഴും നിനക്ക് വേണ്ടി അപ്പച്ചൻ ഇതൊക്കെ വാങ്ങും. കോൺവെന്റിലും ഹോസ്റ്റലിലും വന്നൊന്ന് കാണാന്നല്ലാതെ ഒരു ദിവസം പോലും നിന്നോടൊപ്പം കഴിയാനുള്ള ഭാഗ്യം ഈ അപ്പച്ചനുണ്ടായിട്ടില്ല. എന്നിട്ടും അപ്പച്ചൻ കാത്തിരുന്നത് ഈ നിമിഷത്തിന് വേണ്ടിയാണ്. ഇനിയിപ്പോ എന്ത് തീരുമാനിക്കാനുള്ള അവകാശം എന്റെ മോൾക്കുണ്ട്. പറയേ, ഇനി മോൾ അപ്പച്ചനെ വിട്ടു പോവോ? എന്താ അപ്പച്ചായി പറയണേ? പോവാനായിരുന്നെങ്കിൽ അപ്പച്ചൻ വന്ന് വിളിച്ചപ്പോ കൂടെ പോരുമായിരുന്നോ? പക്ഷേ എന്താ മോളെ? എനിക്ക് അപ്പച്ചനെയും വേണം അമ്മയും വേണം. രണ്ടുപേരെ എനിക്ക് ഇഷ്ടം. രണ്ടുപേരെയും ഇറക്കി വിടണം അവളെ. അവകാശം പറഞ്ഞ് പെണ്ണിനെ തട്ടിയെടുക്കാനാ മോഹകി. അത് വേണ്ട. അവള് ശങ്കരമംഗലത്ത് വളർത്ത പെണ്ണ. അപ്പച്ച, ഞാനൊന്ന് പറഞ്ഞ അപ്പച്ചൻ കേക്കോ? എന്താ മോളെ? അപ്പച്ചനെ പോലെ അമ്മയ്ക്കും എന്നെ കാണണം തോന്നില്ലേ? ഞാനൊന്ന് പൊയ്ക്കോട്ടെ. പോയാലും ഞാനിങ്ങി വരും, തീർച്ചയായും വരും. ഇനി എന്റെ അപ്പച്ചനെ ഞാൻ വിഷമിപ്പിക്കില്ല ഒരിക്കലും. മോളെ മീനു, അപ്പച്ച, ഞാൻ പൊയ്ക്കോട്ടെ. തണ്ണിച്ചായ അത് വേണ്ടായിരുന്നു. ഇനി മീനുവിനെ ഇങ്ങോട്ട് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? കിട്ടണം. അതിനു വേണ്ടി അവളെ വിട്ടത്. ഇക്കണ്ട കാലം അത്രയും വളർന്ന ആ വീട് പെട്ടെന്ന് അവൾക്ക് മറക്കാൻ പറ്റുമോ? അത് മാത്രമല്ല, ഇപ്പൊ എന്തും തീരുമാനിക്കാനുള്ള അവകാശം അവൾക്കാ. എനിക്ക് അവളെ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഞാനത് തടയാൻ പാടില്ല. വസുന്ധരാദേവി അമ്മയുടെ മുഖം കാണാൻ നല്ല ചേലുണ്ടിപ്പോ. 1000 കടന്നൽ ഒരുമിച്ച് വന്ന് കുത്തിയ പോലുണ്ട്. എന്റെ പൊന്നമ്മേ, 2 കൂട്ടരും കൂടി റെയിൽവേ സ്റ്റേഷനിൽ വന്ന് പരസ്പരം തമ്മി തല്ലാൻ തുടങ്ങിയ ഞാൻ പിന്നെ എന്താ വേണ്ടത്? ഇങ്ങോട്ട് വന്നാ അവിടെ പിണങ്ങും, അങ്ങോട്ട് ചെന്നാ ഇവിടെ പിണങ്ങും. അമ്മയെ പോലെ തന്നെയല്ലേ എനിക്ക് അപ്പച്ചനും. മതി, ഒന്നും കേൾക്കണ്ട. എനിക്ക് എല്ലാം എനിക്കിപ്പോ മനസ്സിലായി. അവര് നിന്നെ കൊണ്ടുപോയി കേട്ടപ്പോ തന്നെ ഞാൻ ഊഹിച്ചു. അപ്പച്ചനെ കണ്ടപ്പോ എല്ലാം മറന്നു നീ. ഇനിയിപ്പോ ഒന്നും പറയാനുള്ള അവകാശം അമ്മയ്ക്കില്ലല്ലോ. കണ്ടോ, ഇങ്ങനെയാണെങ്കിൽ ഞാൻ പിണങ്ങും. എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? നിനക്കറിയോ, എല്ലാ അമ്മമാരും മക്കൾ വളർന്നു വലുതായി കാണാൻ കൊതിക്കുക ചെയ്യാറ്. പക്ഷെ എനിക്ക് എന്റെ മോള് വളർന്നു വലുതാവുന്നു അറിയുമ്പോഴൊക്കെ എന്റെ ഉള്ളു പെടക്കായിരുന്നു. എന്താന്നറിയോ, നിന്നെ എനിക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം കൊണ്ട്. അത് മാത്രമായിരുന്നു മനസ്സ് മുഴുവൻ. നഷ്ടപ്പെട്? എന്തൊക്കെ അമ്മ ഈ പറയുന്നേ? അങ്ങനെ വന്നാ പിന്നെ ഈ അമ്മ ജീവനോടെ ഇരിക്കില്ല. വേണ്ട, ഒന്നും കേൾക്കണ്ട എനിക്ക്. വരുന്നുണ്ട്. അതെ, ഡ്രൈവർ ശശാങ്കന്റെ കാറുണ്ട് ഇവിടെ. ചാച്ചിക്ക് ഓട്ടം പോവാനാണെങ്കിൽ എന്റെ വണ്ടി ഉണ്ട്. അതിനല്ല, ഞാനൊരു കാറ് നോക്കി വന്നതാ. ഈ കാണുന്നതൊക്കെ കാറുകളല്ലേ? അതല്ല, ഡ്രൈവർ ശശാങ്കന്റെ കാറാ. അയ്യേ, എന്നാ പിന്നെ സ്റ്റാൻഡിൽ നോക്കിയിട്ട് ഒരു കാര്യമില്ല. വല്ല വർഷാപ്പിൽ ചെന്ന് നോക്കിയാ മതി. ഓ, എന്താ കാര്യം? അത് നേരിട്ട് പറയാനുള്ളതാ. അവൻ വല്ല കുഴപ്പം ഉണ്ടാക്കി കാണും. കുഴപ്പം? എന്ത് കുഴപ്പം? കുഴപ്പമല്ലേ അവന്റെ കയ്യിലുള്ളൂ. ഈ ഇവരെ സൂക്ഷിക്കാന്നുള്ള ബോർഡ് കണ്ടിട്ടുണ്ടോ? പോലീസ് സ്റ്റേഷനില്, റെയിൽവേ സ്റ്റേഷനില്, ബസ് സ്റ്റാൻഡിലൊക്കെ
അതിന് ആദ്യത്തെ പടം അവന്റെതല്ലേ. കാറിൽ കയറുന്ന പെണ്ണുങ്ങളുടെ മേലെ വലിച്ചു പൊട്ടിക്കുക, അവരെ കൊണ്ട് ഐസ്ക്രീം പാർലർ, ബ്യൂട്ടി പാർലറൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുക, അവരെ കൊണ്ട് അജ്ഞാത കേന്ദ്രങ്ങളിൽ എത്തിച്ചു കൊടുക്കുക, ഇതൊക്കെ അല്ലേ അവരുടെ സ്ഥിരം തൊഴില്. ഒന്നും മിണ്ടാതിരിക്കടാ, കുഞ്ഞിതൊന്നും വിശ്വസിക്കരുത്. ഇവന് വട്ടാ. പോയിട്ടൊരു 10 മണിക്ക് വാ, അവനിവിടെ കാണും. ആ ശരി, താങ്ക്സ്. എന്തൊക്കെയാടാ നീ വിളിച്ചു പറഞ്ഞത്? അവന്റെ ചെവിയിലെങ്ങനെ എത്തിയാലുണ്ടല്ലോ. എത്തട്ടാ, അവന്റെ മാത്രമല്ല നാട്ടുകാരുടെ മുഴുവൻ ചെവിയിൽ എത്തട്ടെ. കിടപ്പാടം വിറ്റ് ഞാനുണ്ടാക്കിയ എന്റെ വണ്ടി ശവവണ്ടി ആക്കിയത് അവൻ ഒരുത്തനാ. നാട് നീളെ പറഞ്ഞു നടന്നിപ്പോ ശവമല്ലാതെ ജീവനുള്ള ഒരുത്തനും അത് കയറാതായി. അതിനവൻ കള്ളൊന്നും പറഞ്ഞില്ലല്ലോ. ശവം നീ കേട്ടിട്ടല്ലേ? ശവം ഞാൻ കയറ്റിയതാണോടാ. കേറിയവൻ വണ്ടി ഇരുന്ന് ശവമായതിന് ഞാനാണോ കുറ്റക്കാരൻ? നീ നോക്കിക്കോ, ഒരു ദിവസം ഞാനത് ചെയ്യും. എന്ത്? അവന്റെ നെഞ്ചത്തുകൂടെ ഈ വണ്ടി കയറ്റിയിറക്കി ആ ശവം ഞാൻ എന്റെ വണ്ടി കയറ്റും. പാറേക്കടവിൽ ഉദയഭാനുവാണ് ഈ പറയുന്നത്. അത് നടക്കോ? നടക്കണമല്ലോ. അങ്ങനെയാണല്ലോ കാണുന്നത്. എന്താ കാണുന്നത്? ഒരു കാല്. ചിക്കന്റെ ആണോ? അല്ല, മനുഷ്യന്റെ. ഉന്നതങ്ങളിലേക്ക് അടിവെച്ച് കയറാൻ ഒരു കാല്. ഉന്നതങ്ങളിലേക്ക് അടിവെച്ച് രണ്ട് കാലം പോരെ? പോരാ, ഒരു കന്യകയുടെ കാല്. അതാരാ? ഒരു കന്യക ജീവിതത്തിലേക്ക് കടന്നു വരാൻ സമയമായിരിക്കുന്നു. ഒരു പണ്ടാറ ഇപ്പോഴേ തലേ കയറിക്കൊണ്ടിരിക്കുക. അതിനൊഴിവാക്കാനുള്ള വല്ല പണി നീ പറഞ്ഞതാ. അവള് പോയില്ലേ? പോയോ? എവിടെ? വെള്ളിക്ക് വെള്ളി 8. ഇന്നേക്ക് 8-ാം നാൾക്കകം അവള് പോയി മറ്റൊരു പെണ്ണ് ജീവിതത്തിലേക്ക് കടന്നു വരും. പലാക പോലെ കിളന്ത് പെണ്ണ്. അവിടുന്ന് അങ്ങോട്ട് ഭാഗ്യം തുടങ്ങുക. ഇനി ദക്ഷിണ വയ്ക്കുക, പോവുക. നീ എപ്പോഴും ഇതിനകത്ത് കയറുന്ന? എപ്പ കേറിയെന്നല്ല, ഇനി എപ്പ ഇറങ്ങുമെന്ന് വെച്ചാ മതി. അതെ, അമ്മണി കുഞ്ഞമ്മയുടെ കല്യാണത്തിന് പോകാൻ വേണ്ടി ഒരു മാല വാങ്ങിച്ചിരുന്നു. കുറെ നാളെന്നെ പറ്റിച്ചു. ഇപ്പതാ അമ്മണി കുഞ്ഞമ്മ പെറ്റു ഒരു കൊച്ചുമായി. ഇനി അതങ്ങ് മനസ്സിൽ വെച്ചിരുന്നാ മതി. മാല വാങ്ങി തരാതെ ഇറങ്ങുന്ന പ്രശ്നമില്ല. നിനക്ക് മാല വാങ്ങി തരാൻ ഞാൻ ആരാ? നിന്റെ കെട്ടിയോനോ? കെട്ടിയോനായില്ല, പക്ഷെ ആവുമല്ലോ. അയ്യടി, കെട്ടാൻ പറ്റിയൊരു ചെറുക്ക്. എടി, ഒരു വെട്ടുപോത്തിനെ കെട്ടേണ്ടി വന്നാലും നിന്നെ കെട്ടുന്ന പ്രശ്നമില്ല. അതിന് വേറെ ആളെ നോക്ക്. ഇയാൾ എന്തൊക്കെയാണോ ഈ പറയുന്നത്? ജോലിയും കൂലിയിലാണെന്നോ ചെറുപ്പക്കാരന്റെ കണ്ണീര് കണ്ട് മനസ്സലിഞ്ഞ് എന്റെ അച്ഛൻ പൊന്നുപോലെ നോക്കി നടന്ന ഈ കണ്ടീഷനായ വണ്ടി എന്തിനാ നിങ്ങൾ ഈ തന്നാ വിചാരം? ആർക്ക് വേണടി ഈ പഴംപാട്ടാ? കൊണ്ടുപോയി കൊടുക്കടി നിന്റെ പെരട്ട അച്ഛൻ പണിക്കർക്ക്. ഇറങ്ങടി വണ്ടിന്ന്. മാല വാങ്ങി തരാതെ ഇറങ്ങുന്ന പ്രശ്നമില്ല. നിന്നോട് ഇറങ്ങാനാ പറഞ്ഞ? ഇല്ല ഇല്ല ഇല്ല, നിനക്കിപ്പോ എന്താ വേണ്ടേ? എനിക്കൊരു മാല വേണം. ഒരു മാലയല്ലേ വേണ്ടു? അത് ഞാൻ വാങ്ങിച്ചുതരാം. സത്യം? സത്യം സത്യം സത്യം. ഇന്ന് സൂര്യൻ അസ്തമിക്ക് മുമ്പ് നിന്റെ കഴുത്തിൽ ഒരു മാല വീണിരിക്കും. ഞാൻ? അകിടിങ്. അത് മതി, അത് മതി. കാര്യമാലയാണോ? എത്ര പവൻ വരും? 25 കിലോയ്ക്ക് 1/2 കിലോ കുറയും. അത് കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. അഡ്ജസ്റ്റ് ചെയ്തോളൂ. ഓ, രക്ഷപ്പെടാൻ എന്റെ പൊന്നുമോള് വാട്ടാ. നമുക്ക് ഈ പഴംപാട്ട ഒന്നും നനയ്ക്കാം. ഓ, കളയില്ലേ? എടാ ഏട്ടാ. വട്ടായോ? അയ്യോ, ഇത് കല്ലുമാല. എടാ കള്ളാ, എനിക്ക് വേണ്ടി ഒളിപ്പിച്ചു വെച്ചിരുന്ന കല്ലുമാല ദേ കിട്ടി. ഇതേ ഞാൻ നാട്ടുകാരൊക്കെ കൊണ്ട് കാണിച്ചിട്ട് വരട്ടെ. നല്ല ബെസ്റ്റ് മാല. താങ്ക്സ്. ചന്ദ്രു, ചന്ദ്രികേ, മാല, ചന്ദ്രികേ. എടാ ശശാങ്ക, നിന്നെ തിരക്കി ഒരു പെണ്ണ് വന്നിരുന്നു. പെണ്ണോ? പെണ്ണല്ലാതെ പിന്നെ ആണുങ്ങൾ ആരെങ്കിലും നിന്നെ തിരക്കി വരുവാടാ? പെണ്ണാണെങ്കിലും ജീവനുണ്ടല്ലോ, അല്ലാതെ ശവല്ലല്ലോ. എടാ, കാണാൻ കൊള്ളാവുന്ന ചെറുപ്പക്കാരെ കാണാൻ സുന്ദരിമാരായ പല പെൺപിള്ളേരും വന്നിരിക്കും. അതിൽ നിനക്ക് അശുഷ തോന്നിട്ട് കാര്യമില്ല. മോനെ ശശുങ്ക, നിന്നെ ഞാൻ സുന്ദരാന്നൊന്ന് വിളിച്ചോട്ടെ? വിളിക്കണ്ട. നീ ആ മെഡിക്കൽ കോളേജിന്റെ അറ്റത്ത് 3-ാം വാർഡിലെ കുറച്ചു മുമ്പ് ഒരു നിലവിളി കേട്ടു. ഏതോ ഒരുത്തൻ തട്ടിപ്പോയിട്ടുണ്ട്. അവിടെ പോയി വിളിക്ക്, നിനക്കൊരു ഹോട്ടലിലും കിട്ടും. ഒരു കന്യക ജീവിതത്തിലേക്ക് കടന്നു വരാൻ സമയമായിരിക്കുന്നു. ശശാങ്ക,
ഞാനാ ശശാങ്കൻ. ഒരു മിനിറ്റ്. സോൾറേ, നീ നിന്റെ ഡെഡ് ബോഡിയുടെ ഓട്ടത്തിന് ആരും മറക്കണ്ട. ഞാനിപ്പോ വരാം. ശശാങ്കരൻ ഞാൻ എവിടെയൊക്കെ തിരക്കിന്നറിയോ? ഒടുവിലാ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞത്. എന്തിനാ തിരക്കിയേ? എന്റെ ഒരു മാല കളഞ്ഞു പോയി. അത് കിട്ടിയോന്ന് അറിയാനാ. ഇല്ല, കിട്ടിയില്ല. അയ്യോ, അതാ കാറിൽ തന്നെ ഉണ്ടാവും. അന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വന്നപ്പോ ആ ധൃതിക്കിടയിൽ ഹാൻഡ് ബാഗിൽ നിന്ന് പോയതാ. പ്ലീസ് ഒന്ന് നോക്കൂ, അത് നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ടാ. അല്ല, അത് ഇപ്പൊ എന്താ? ഒന്നുമില്ല, മാല കിട്ടി. അത് വീട്ടിലിരിക്കാ. ഹോ, സമാധാനായി. അതൊന്ന് എടുത്തു തരുമോ? അതിപ്പോ നാളെ വന്നാ മതി, ഞാൻ എടുത്തു വെച്ചേക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. നാളെ വരാം. ബൈ. അമ്മേ, ആരടാ അവള്? നിന്റെ അമ്മൂമ്മ. എന്താ അവള് പറഞ്ഞേ? അവള് പറഞ്ഞത് തന്നെ. എല്ലാരെയും മാല കാണിച്ചു കേട്ടാ. എല്ലാവർക്കും നല്ല ബെസ്റ്റ് ഒപ്പീനിയൻ. പക്ഷേ ശ്യാമള ചേച്ചി റേഷൻ കടയിൽ പോയി കൊണ്ട് ഈ മാല കാണിക്കാൻ പറ്റില്ല. ഞാൻ പോയി കാണിച്ചിട്ട് വരട്ടെ. നാറു എന്താ? അല്ല, റേഷനരി നാറൂന്ന് പറഞ്ഞതാ. റേഷനരി അല്ലേ ഏട്ടാ, അറിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. താങ്ക്സ്. എടി മൂദേവി, നിന്നോട് ആരാ പറഞ്ഞ മാലം ചാർത്തി കിടക്കാൻ? എന്റെ ദൈവമേ, കഷ്ടപ്പെട്ട് വളയം പിടിച്ചുണ്ടാക്കിയ കാശാണല്ലോ, കൊണ്ടുപോയി തൊലച്ചല്ലോ. ഇനി മേലാൽ എന്നോട് മാല വളാന്ന് പറഞ്ഞ് കറഞ്ഞാൽ ഒറ്റ ചവിട്ടിയാൻ വെച്ചരും. പോയി കിടന്നോർക്കടി. അച്ഛ എത്രണ്ണം കിട്ടി അച്ഛാ? അച്ഛനോട് എന്ത് സ്നേഹ അയൽവക്കാർക്ക്. ബെസ്റ്റ് അയൽവക്കം. പാ മക്കളെ, ഈ സ്നേഹം എപ്പോഴും ഉണ്ടാവും കേട്ടോ.